പ്രണയ സാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. നിനക്കെന്താടി ഭ്രാന്താണോ? കൃതി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. മീര പൊട്ടിക്കരഞ്ഞു പോയി. കൃതി അവൾ അണച്ച പിടിച്ച് ആശ്വസിപ്പിച്ചു. ഒന്ന് പോകുന്നുണ്ടോ രണ്ടും? ആ കോച്ചിനെ കൊലക്ക് കൊടുക്കാതെ. വിഷൻ നീരജയോട് അനിശ്ചിതത്തോടെ പറഞ്ഞു. ഇതൊരു ഹോസ്പിറ്റലാണ്, പ്ലീസ്. ധ്രുവനും അതേ ടോണിൽ പറഞ്ഞു. ഞങ്ങളോട് പോകാൻ പറയാൻ നീ ആരടാ? നരേന്ദ്രൻ പല്ല് കടിച്ചു. നരേട്ടാ മതി, പോകാം. മീരയെ തന്നെ നോക്കി കണ്ണു തുടച്ചുകൊണ്ട് നീരജ പറഞ്ഞു. നീരു, മോളില്ലാതെ എങ്ങനെയാ തിരിച്ച്? ഹരിയുടെ ഓർമ്മയിൽ അയാളൊന്ന് തലവടിച്ചു. പോകാം. അതും പറഞ്ഞ് നീരജ തിരിഞ്ഞു നടന്നു. എല്ലാവരെയും ഒന്ന് തുറച്ചു നോക്കി ദേഷ്യത്തോടെ നരേന്ദ്രൻ തിരികെ പോയി. തൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ പോയ നീരജയുടെ പെരുമാറ്റത്തിൽ അമർഷം തോന്നിയെങ്കിലും അയാളത് പ്രകടിപ്പിച്ചില്ല. അവർ പോയപ്പോഴാണ് വിശ്വന്റെ മുഖം തെളിഞ്ഞത്. ഒരാശ്വാസത്തോടെ അയാൾ മീരക്ക് അരികിലിരുന്നു. മോളെ. അയാൾ മീരയുടെ തോളിൽ കൈവച്ചു. എന്ത് ബുദ്ധിമോശമാ മോള് കാണിക്കാൻ പോയത്? വിഷൻ ശാസനയോടെ ചോദിച്ചു. അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു തേങ്ങൽ മാത്രം അവളിൽ നിന്ന് ഉയർന്നു. തനിക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ല. താങ്ങി നിർത്താൻ ആരുമില്ല. കയറി ചെല്ലാനും തലചായ്ക്കാനും ഇനി ഒരിടവുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ തെരുവിലേക്കാണ്. കൈമുതലായി ആകെയുള്ളത് ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രം. അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പിറപ്പില്ല, വീടില്ല, ബന്ധുക്കളില്ല, കയ്യിൽ ചില്ലി കാശില്ല. അങ്ങനെ പെട്ടെന്നൊരിക്കൽ ഒറ്റപ്പെട്ട് തെരുവിലായി പോയ തനിക്ക് മുന്നിൽ മരണമല്ലാതെ മറ്റൊന്ന് മാർഗമാണുള്ളത്. അവളുടെ ഉള്ളം അവളോട് തന്നെ ചോദിച്ചു. ഹരിയുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളും ഒറ്റപ്പെടലിന്റെ ഭീകരതയും അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നപ്പോൾ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന് ജീവിതം അങ്ങ് അവസാനിപ്പിച്ച നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാകൂ മോളെ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ഒരുപക്ഷെ രക്ഷപ്പെടുന്നു വരില്ല. ഒരു വേട്ടപ്പട്ടിയെ പേടിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല നിന്റെ ജീവിതം. മറിച്ച് ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം. തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവിടെയൊക്കെ മുന്നിൽ. വിഷൻ അവളെ ഉപദേശിച്ചു. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ഭീകരത എന്താണെന്ന് അറിയൂ. രാജ എവിടെ മോളെ? അവളുടെ ഇരിപ്പ് കണ്ട് വിഷൻ വിഷയം വിട്ട് കൃതിയോട് തിരക്കി. അച്ഛൻ വീട് വരെ പോയി, ഇപ്പം വരും. കൃതി മറുപടി പറഞ്ഞു. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്ക് മോളെ, ഞങ്ങൾ പുറത്തുണ്ടാവും. മീരയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷൻ ധ്രുവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. കൃതി പാസർ തുറന്നു നോക്കി. ദോശയായി. പകുത്തെടുക്കാൻ നിൽക്കാതെ അവൾ അതുമായി മീരയ്ക്ക് അരികിലേക്ക് നടന്നു. ബെഡിലേക്ക് കയറിയിരുന്ന് ദോശ മുറിച്ച് മീരയ്ക്ക് നേരെ നീട്ടി. മീര അവളെ നോക്കിയിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. കണ്ണിൽ നനവ് പടർന്നിരുന്നു. കൃതിക്കെല്ലാം കൂടി ആയപ്പോൾ ദേഷ്യം തോന്നി. ഫുഡിൻ്റെ പാക്കറ്റ് മടിയിലേക്ക് വെച്ചുകൊണ്ട് ബലമായി മീരയുടെ വായി തുറന്ന് ഫുഡ് വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു തുള്ളി കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്നും അടർന്നു വീണു. കൃതിക്ക് സങ്കടം തോന്നി. ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്ന നിമിഷം. എന്താടി? മീരയുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി കൃതി ചോദിച്ചു. അതിനും അവൾക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. ദേവേട്ട വേണ്ട, കൊണ്ടുപോവല്ലേ ദേവേട്ട, എൻ്റെ മോനെ കൊണ്ടുപോവല്ലേ. മോനെ, മോനെ ഹരി, മോനെ. ആ ശബ്ദം കാതിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ തോന്നി. ദേവൻ ഞെട്ടി ഉണർന്നു. ഇപ്പോൾ ദേവൻ വീട്ടിലാണുള്ളത്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് വന്നത്. ഒരുപാട് ടെൻഷൻ താങ്ങാൻ കഴിയാതെ വീണ് പോയതാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഉടനെ തന്നെ വിട്ടയച്ചു. ഹരിയെ കാണാൻ പോകാൻ എന്തുകൊണ്ടോ അയാൾക്കായില്ല. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നുപോയി. കണ്ണടച്ചാൽ ദുസ്വപ്നങ്ങളാണ്. നീലിമ എന്ന സ്ത്രീ അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. ഒപ്പം മീരയുടെ രൂപവും. അവസാനമായി ഒരു മുഴം കയറിൽ തൂങ്ങി നിന്ന നീലിമ അയാളുടെ ഓർമ്മയിൽ വന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. തൊട്ടടുത്തായി അതുപോലൊരു കയറിൽ തൂങ്ങി മീരയുടെ രൂപം അയാളെ ഭയപ്പെടുത്തി. അയാൾ തലയിൽ കൈവച്ച് അലറിപ്പോയി. നിലവിളക്കുമായി ഈ പടി കടന്നു വന്ന നിഷ്കളങ്കായ മീരയുടെ മുഖം അയാളുടെ മനസ്സിലേക്ക് നിറഞ്ഞു. ഒപ്പം മരണത്തിന് കീഴടങ്ങിയ സ്വന്തം ഭാര്യയുടെ മുഖവും. ഹരിയെ ചെന്ന് കാണാനോ ശാസിക്കാനോ അയാൾക്ക് സാധിക്കുന്നില്ല. അതിനുള്ള അർഹതയില്ലെന്ന് അയാൾ വിശ്വസിച്ചു. മകന്റെ മനസ്സിൽ പതിഞ്ഞ അമ്മയുടെ വൃത്തികെട്ട ചിത്രം മാറ്റി വരയ്ക്കാൻ കഴിയാതെ പോയതോർത്ത് അയാൾ ഖേദിച്ചു. മരിച്ച് മണ്ണടിഞ്ഞിട്ടും നീലിമയോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്നോർത്ത് അയാൾ നീറിപ്പുകഞ്ഞു. മകനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അവനൊരു മൃഗമാക്കിയത് താനാണ്. തൻ്റെ മരണത്തിന് മുന്നേ മകനെ നല്ലൊരു മനുഷ്യനാക്കാൻ അയാൾ കൊതിച്ചു. താൻ പോയാലും അവൻ തനിച്ചായി പോകരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. മീര നല്ല കുട്ടിയാണ്. അത് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. മീരയ്ക്ക് അടുപ്പ് കുറവുള്ളതായി തോന്നിയെങ്കിലും മകൻ്റെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. മകൻ മീരയ്ക്കൊപ്പം നന്നായി ജീവിക്കണമെന്ന് അയാൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യുമെന്ന ചിന്തയിലായിരുന്നു അയാളപ്പോൾ. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. രാധേ. അയാൾ കിച്ചണിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. രാധ ധൃതിയിൽ മുൻവശത്തെ ഡോറ് പോയി തുറന്നു. നിശാന്തായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം.
രാധയെ കണ്ടപാടെ അവൻ ചോദിച്ചു. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞെ, മുറി തന്നെ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു തരാം. രാധ പറഞ്ഞു. വേണ്ട, ഞാൻ എടുത്തോളാം ചേച്ചി. അതും പറഞ്ഞവൻ അകത്തേക്ക് നടന്നു. ദേവൻ അവിടെ ഇരുന്നത് അവൻ കണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ മീരയുടെ മുറിയിലേക്ക് നടന്നു. രാധ പാക്ക് ചെയ്ത് വെച്ച് മീരയുടെ തിങ്സ് എടുത്തു. ഗോൾഡൊക്കെ ഉണ്ടെന്ന് തുറന്നു നോക്കി ഉറപ്പ് വരുത്തി അതുമായി അവൻ മുറി വിട്ടിറങ്ങി. എന്താടാ ഇതിലെന്താ? അവൻ്റെ വരവ് കണ്ട് ദേവൻ തിരക്കി. മീരയുടെ തിങ്സാ, ഇത്രയെങ്കിലും മാനത നമ്മൾ കാണിക്കേണ്ട വലിച്ച. എതിര് പറയാൻ തോന്നിയെങ്കിലും ഒന്നും പറയാൻ കഴിയാതെ ദേവൻ നിന്നു. അവരെ ഒന്നാക്കാൻ അയാൾ ശ്രമിക്കും മുന്നേ അവരകലുകയാണെന്ന് അയാൾ വേദനയോട് ഓർത്തു. നിശാന്തേ, അവനൊരു അവസരം കൂടി കൊടുക്കാൻ നീ മീരമോളോട് പറഞ്ഞു നോക്ക്. അവനോട് ഞാൻ സംസാരിക്കാം. അവൻ്റെ ജീവിതമല്ലടാ, നമ്മളും കൂടി ഇങ്ങനെ എടുത്തു ചാടിയ എങ്ങനാ? അയാൾ നിസ്സഹനായിരുന്നു. ഞാൻ സംസാരിക്കാൻ വലിച്ച, പക്ഷെ എന്തിന്? എന്നിട്ട് എന്ത് കാര്യം? അവൻ ചോദിച്ചു. ഇപ്പോഴും മീരയെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ട്. അവനൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലച്ചനൊന്നും തോന്നരുത്. ഈ പ്രായത്തിൽ എനിക്കുള്ളത് ഒരു പെങ്ങള്. അത്രയും പറഞ്ഞ് ബാഗും എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേവൻ അവിടെ തളർന്നിരുന്നു പോയി. കൃതി ബില്ല് സെറ്റിൽ ചെയ്യാൻ പോകാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നിശാന്തിൻ്റെ വരവ്. അവനെ കണ്ടതും അവളുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. എന്ത് വേണം? ഡോറിന് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് കൃതി ചോദിച്ചു. ഞാൻ മീരയെന്ന് കാണാൻ. അവൻ ചെറിയ മടിയോടെ പറഞ്ഞു. ബാക്കിയുള്ള ജീവൻ കൂടി അങ്ങ് എടുക്കാൻ ചേട്ടൻ ചട്ടം കെട്ടി വിട്ടതാണോ? അവൾ പൂച്ചത്തോടെ തിരക്കി. അവനവളെ തുറച്ചു നോക്കി. അവളുടെ പ്രായത്തിൽ ഒരുത്തി എൻ്റെ വീട്ടിലുണ്ട്. മീരയുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ താൻ എന്നെ കൂട്ടണ്ട. അവനും അനിഷ്ടത്തോടെ പറഞ്ഞു. എന്നിട്ട് കൃതി അവിടുന്ന് മാറാതെ നിന്നു. ഇത് മീരയുടെ തിങ്സാണ്. അവളുടെ ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെയുണ്ട്. ഇതൊന്നും അവളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം, ഒന്ന് മാറിത്താം. അവൻ അത് പറഞ്ഞതും കൃതി ഒന്ന് ആലോചിച്ച ശേഷം മാറിക്കൊടുത്തു. അവനവളൊന്ന് ഇരുത്തി നോക്കിയിട്ട് അകത്തേക്ക് കയറി. മീരയെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു. അവന് പിന്നാലെ കൃതിയും വന്നു. നിശാന്ത ബാഗ് അവളെ ഏൽപ്പിച്ചു. ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു. മീര, താൻ ചിലപ്പോൾ ഞങ്ങളേക്ക് ശത്രുക്കളായിട്ടാവും കാണുന്നത്. പക്ഷെ അമ്മ സത്യം, ഞങ്ങൾക്കാർക്കും ഇതിലൊരു മനസ്സറിവ് ഉണ്ടായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ മീരയ്ക്ക് ഇത്ര അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവൻ പറഞ്ഞു. മീര ഒന്നും മിണ്ടിയില്ല. ഹരിയെ ന്യായീകരിക്കാൻ വന്നതൊന്നുമല്ല, ഇത് തന്നെ ഏൽപ്പിക്കണം തോന്നി, അതുകൊണ്ട് വന്നു. എങ്കിൽ ശരി. അവൻ പറയുന്നതൊക്കെ ധ്രുവൻ നോക്കിയിരിക്കുന്നുണ്ട്. തിരിഞ്ഞു നടന്ന് നിശാന്ത് പെട്ടെന്ന് മീരയെ നോക്കി. എപ്പോഴെങ്കിലും എൻ്റെ സഹായം വേണ്ടി വന്നാൽ മടിക്കാതെ വിളിക്കണം. ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഇനിയും ഉണ്ടാവും ഞാൻ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിശാന്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ബില്ല് സെറ്റിൽ ചെയ്ത് വരാം. അത് പറഞ്ഞ് കൃതിയും പോയി. ബില്ല് സെറ്റിൽ ചെയ്യുന്ന കാര്യം കേട്ടപ്പോൾ മീരയ്ക്കൊരു വല്ലായ്മ തോന്നി. അവളുടെ കണ്ണുകൾ അറിയാതെ ബാഗിലേക്ക് നീണ്ടു. ശേഷം ധ്രുവിനെ ഒന്ന് നോക്കി നിശ്വസിച്ചവൾ. ഡിസ്ചാർജ് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് ചിന്ത അവൾ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് വീമ്പിളക്കിയപ്പോൾ പിന്നെ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചതേയില്ല. ഇനി ഒരിടമില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് മടങ്ങുക എന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. നരേന്ദ്രൻ എന്ന മനുഷ്യൻ ഇതിനപ്പുറം ക്രൂരത കാണിക്കാനും മടിക്കില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. അമ്മക്ക് അവളൊന്നും ഒരു തെറ്റുകാരിയാണല്ലോ. സ്നേഹിക്കാൻ ആരുമില്ലാത്ത വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. അമ്മയോർത്ത് തിരികെ പോയാൽ അവർ ചെയ്യാൻ പോകുന്നത് എന്താകുമെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ല. അല്ലെങ്കിലും എന്ത് ബന്ധത്തിലാണ് ആ വീട്ടിലേക്ക് തിരികെ പോവുക? അവളുടെ ആരാ അവിടെ ഉള്ളത്? അവളുടെ അമ്മ എന്നും മറ്റൊരാളുടെ ഭാര്യയാണ്. അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ആ ജീവിതത്തിന് ആ നീരജ് പ്രാധാന്യം നൽകുന്നത്. അവിടെ ഇനിയും ഒരു അധികപ്പറ്റായി തുടരാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. എന്തുപറ്റി? അവളുടെ മുഖമാവൊക്കെ കണ്ട് ധ്രുവൻ ചോദിച്ചു. അവളൊന്നുമില്ലെന്ന് തലയിളക്കി. അച്ഛനെക്കുറിച്ച് അറിയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖത്ത് എന്ത് ഭാവമാണെന്ന് ധ്രുവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇല്ലെന്നവൾ തലയിളക്കി. ധ്രുവൻ അവളൊന്ന് ഉറ്റുനോക്കി. എനിക്കറിയില്ല എൻ്റെ അച്ഛനാരാണെന്ന്. മഹാദേവൻ എന്ന പേരല്ലാതെ ആരാണെങ്കിലും എൻ്റെ അമ്മയെപ്പോലെ അച്ഛനും പുതിയൊരു ജീവിതം ഉണ്ടാവും. ഇന്ന് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. ഇന്ന് ഞാൻ അച്ഛനെ തേടി ചെന്നാൽ അത് ആ കുടുംബത്തെ ബാധിക്കും. അവിടെയും താനൊരു അധികപ്പറ്റാവും. നിലയുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം എനിക്കുണ്ടാവില്ല. അവളുടെ വാക്കുകളിൽ ഒരുതരം നിരാശ നിലച്ചിരുന്നു. ഇങ്ങനെ ഒരു മകൾ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉപേക്ഷിച്ച് പോവില്ലായിരുന്നല്ലോ. അന്നില്ലാത്ത ആവശ്യം ഇന്നും ഉണ്ടാവില്ല. ഇത് കേട്ടുകൊണ്ടാണ് വിഷ്ണു പറഞ്ഞത്. അവളുടെ വാക്കുകൾ കൊള്ളേണ്ടത് തന്നെ കൊണ്ടു വിഷന്. അപ്പം അച്ഛൻ ആരാണെന്ന് മോൾക്ക് അറിയേണ്ടെന്നാണോ? വിഷൻ ചോദിച്ചു. ശബ്ദം കേട്ട് മീര അയാളെ തിരിഞ്ഞു നോക്കി. വേണ്ട, അതാണ് നല്ലത്. അത്രമാത്രമേ അവൾ പറഞ്ഞുള്ളൂ. മഹിയെ അറിയിക്കണോ വേണ്ടിയോ എന്നുള്ള സംശയത്തിൽ തന്നെയായിരുന്നു വിഷ്ണപ്പോഴും. അവളുടെ അച്ഛനെ അകറ്റിയതും അവളെ ഇപ്പോൾ ഈ അനാഥയാക്കിയതും ഒരു കാലത്ത് താൻ കാണിച്ച സ്വാർത്ഥതയാണെന്ന സത്യം അയാൾ അലട്ടിക്കൊണ്ടിരുന്നു.
അപ്പോഴേക്ക് രാജ് തിരിച്ചെത്തിയിരുന്നു. ഒപ്പം ഡിസ്ചാർജ് വാങ്ങി കൃതിയും. രാജ്, മീരേനി എങ്ങോട്ട്? പൂർത്തിയാക്കാൻ കഴിയാതെ വിഷൻ രാജനെ നോക്കി. അതെന്ത് ചോദ്യാങ്കള്? ഇവളിനി എൻ്റെ കൂടെ നിർത്താൻ എൻ്റെ പ്ലാന്. കൃതി തീർത്ത് പറഞ്ഞു. വിഷൻ മീരയ്ക്ക് നേരെ തിരിഞ്ഞു. അവളുടെ കൈകളിലേക്ക് ഒരു കാർഡ് വെച്ച് കൊടുത്തു. എന്ത് പ്രശ്നം വന്നാലും മടിക്കാതെ ഈ അഡ്രസ്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങളുണ്ടാവും എന്ത് സഹായത്തിനും, വിഷൻ പറഞ്ഞു. മീര പോകാനായി എണീറ്റു. വിഷനെയും ധ്രുവിനെയും നടന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് അറിയാം. ഒരുപാട് നന്ദി. അവൾ അവരെ നോക്കി കൈകൂപ്പി. വിഷന് നെഞ്ചു നേറി. എൻ്റെ മഹിയുടെ മോള്. അയാളൊന്ന് തേങ്ങിപ്പോയി. കൈ ചേർത്ത് പിടിച്ച് അധികാരത്തോടെ കൊണ്ടുപോകണമെന്നുണ്ട് മോളെ. ഒരനാഥയെ പോലെ ആശ്രിതയെ പോലെ ഇവർക്കൊപ്പം പോകുന്ന നിന്നെ എല്ലാ അവകാശത്തോടെയും ആ തറവാടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ മോള് പറഞ്ഞതുപോലെ ശത്രുക്കളുടെ എണ്ണം കൂട്ടാനേ ഉപകരിക്കുള്ളൂ. നമുക്കെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കാം. ആ സർവേശ്വരൻ തീരുമാനിക്കട്ടെ നിന്റെ അച്ഛൻ്റെ കൈകളിൽ നീ എങ്ങനെ എത്തണമെന്ന്. നീറുന്ന മനസ്സുമായി മീര പോകുന്നത് വിഷൻ നോക്കി നിന്നു. ധ്രുവനെന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വിഷൻ അവനെ വിലക്കി. ഇനിയെങ്കിലും അമ്മ അവനോട് പറഞ്ഞില്ലെങ്കിൽ അതാവും അച്ഛൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. മീര ഇപ്പൊ തെരുവിലാണ്. എത്ര സുഹൃത്തുക്കളുണ്ടെങ്കിലും അച്ഛനും അമ്മയും നൽകുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടില്ല. അമ്മ കൈവിട്ടെങ്കിലും അവളുടെ അച്ഛൻ എന്നും ഉണ്ട് ജീവനോടെ. ധ്രുവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വിഷൻ നിസ്സഹനായിരുന്നു. മഹിയോട് പറയുന്നത് ഓർക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറക്കുകയാണ് വിഷന്. 2.5 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം എല്ലാം തുറന്നു പറയാൻ വിഷന് ധൈര്യം ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ നശിപ്പിച്ചവനാണ് മഹി. ആ മഹിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തെന്ന് അറിഞ്ഞാൽ അവൻ ഒരിക്കലും തങ്ങളോട് ക്ഷമിച്ചെന്ന് വരില്ല. ഒപ്പം വരലക്ഷ്മിയെക്കുറിച്ചുള്ള ആദ്യം അയാൾ അസ്വസ്ഥനാക്കി. മീരയെ കയ്യോടാൻ സാധിക്കുന്നില്ല. എന്നാലോ മീരയെ തറവാടിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷൻ നാട്ടം തിരിഞ്ഞു. കാറിലിരിക്കവേ മീര ബാഗ് തുറന്നു നോക്കി. ജ്വൽ ബോക്സിൽ തൻ്റെ ആഭരണങ്ങൾ കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം എന്തോ ആലോചിച്ചു. ജീവിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. കൃതി, എന്നെ ഏതെങ്കിലും ഒരു ജ്വല്ലറിക്ക് മുന്നിൽ വിട്ടാൽ മതി, അവൾ ഗോൾഡ് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? കൃതി അവളെ തുറച്ചു നോക്കി. ഇതിൽ നിന്ന് കുറച്ച് സ്വർണം വിൽക്കണം ആദ്യം, എന്നിട്ട് ഏതെങ്കിലും ഒരു വർക്കിംഗ് വിമൺ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയി പെയിൻ ഗസ്റ്റായി നോക്കണം. മീര അവളെ നോക്കാതെ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞ് നീ കേട്ടില്ലെന്നുണ്ടോ? കൃതി ചൂടായി. കേട്ടു, പക്ഷെ ഇതാണ് ശരി. അങ്കിളിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കി തന്നാലും മതി, മീര പറഞ്ഞു. എന്താ മീര ഇത്? നീ ഞങ്ങളപ്പോൾ അന്യരായിട്ടാണോ കണ്ടിരിക്കുന്നത്? രാജ് ചോദിച്ചു. അതച്ഛന് മനസ്സിലായില്ലേ, അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്, കൃതി അരിശത്തോടെ പറഞ്ഞു. മീര ഒന്നും മിണ്ടിയില്ല. ആർക്കും ഒരു ശല്യമാകരുതെന്നേ അവളപ്പോൾ ചിന്തിച്ചുള്ളൂ. കണ്ടില്ലേ മിണ്ടാതിരിക്കുന്നേ? ഞാൻ സമ്മതിക്കില്ല മീരെ, നീ എന്തൊക്കെ പറഞ്ഞാലും, കൃതി വാശി പിടിച്ചു. മീര അവളെ നോക്കി. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കടി. ദയനീയമായി പറയുന്നവളെ കണ്ട് കൃതിക്ക് സഹതാപം തോന്നി. പിന്നെയൊന്നും മിണ്ടിയില്ല അവള്. എങ്കിലും അവൾ തനിച്ചാക്കാൻ അവൾ ഉദ്ദേശിച്ചിട്ടില്ല. അവൾ പറഞ്ഞതുപോലെ ജ്വല്ലറിക്ക് മുന്നിൽ രാജ് കാറ് നിർത്തി. മീരക്കൊപ്പം കൃതി ഇറങ്ങി, ഒപ്പം രാജു. മീര ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ അവർക്കൊപ്പം നടന്നു. കയ്യിൽ കരുതിയ ഗോൾഡ് അവൾ വിൽക്കാനായി കൊടുത്തു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവിടുത്തെ സ്റ്റാഫ് അത് ഉരച്ചു നോക്കി, സ്വർണമാണെന്ന് ഉറപ്പിക്കാൻ. കുറച്ചു നേരം ഉരച്ചുകൊണ്ട് അയാൾ മീരയെ വല്ലാത്തൊരു നോട്ടം നോക്കി. നേരെ മാനേജറുടെ അടുത്തേക്ക് പോയി. കൃതി ഇതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. മാനേജർ വേഗം ആർക്കോ ഫോൺ ചെയ്തു. ശേഷം ദേഷ്യത്തിൽ മീരയുടെ അടുത്തേക്ക് നടന്നു. കണ്ടാൽ ഇത്രയല്ലേ ഉള്ളൂ, എന്നിട്ട് മുക്കുപണ്ണം വീട്ടിൽ പാറ്റിക്കാൻ നോക്കുന്നോ?